ഫ്രണ്ട്സ്, വെൽക്കം ടു ആലൂസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസം കരിക്ക് വെച്ചിട്ടാണ്, ഇളനീർ വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, കുറച്ച് ഏലക്ക, പിന്നെ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. പിന്നെ നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ചവ്വരി വേവിച്ചെടുക്കണം. പിന്നെ ഈ കരിക്ക് നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും വേണം, അതിൻ്റെ അകത്തിരിക്കുന്ന ആ കുരുമ്പയും വേണം കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കണം. ഇതൊന്ന് കാച്ചിയെടുക്കണം. അതൊക്കെ ചെയ്യും. നമ്മുടെ കരിക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇളക്കി എടുത്തു. പിന്നെ ഒരു കപ്പ് കരിക്കിൻ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കാണും അത്രയും. ബാക്കി ഇങ്ങനെയുണ്ട്. ഇതിനെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മൊത്തത്തിൽ വേണ്ട, ഈ വലിയ കഷ്ണം ഉണ്ടല്ലോ, ആ വലിയ കഷ്ണം ഈ തേങ്ങയുടെ വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് തന്ന് അടിച്ചെടുക്കാം. ഞാനൊന്ന് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഉണ്ടോ, ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ. അത് സാരമില്ല, കുറച്ച് തരിയൊക്കെ കിടക്കട്ടെ, പായസമല്ലേ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നട്ട്സ് ഒന്ന് വറുത്ത് വയ്ക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കത് വറുത്തങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഒന്നായി കഴിയുമ്പോൾ ഈ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. കളർ മാറുക. നട്ട്സ് കളർ മാറി വന്നിട്ടുണ്ട്. മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ പായസം തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ട് നമ്മൾ നട്ട്സ് വറുത്ത ഇതുണ്ടല്ലോ, നെയ്യ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബാലൻസ് ഉള്ള നെയ്യ് ഇതിലൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കുണ്ടല്ലോ, അത് ചേർക്കാം. നെയ്യിലൊന്ന് വറുക്കാം. ഇത്തിരി ഏറെ നോക്കിയൊന്നും വേണ്ട, ഒന്ന് വറുത്തിയെടുക്കാം കേട്ടോ. കല്ല് പോലെയാവും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ ഒഴിച്ച് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ഉണ്ടല്ലോ, കാച്ചി വെച്ചിരിക്കുന്നത്, ചവ്വരി വെച്ചു. ചവ്വരി ഇടാനാണ് ഉണ്ടാക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ചവ്വരി ഉപയോഗിക്കാനാണെങ്കിലും ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കരിക്കായതുകൊണ്ട് അതിന് മധുരം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ മധുരം. നല്ല മധുരമുണ്ട്
കേട്ടോ, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിൽ മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പാല് ചേർത്താലും മതി. ഞാൻ പാല് മാറ്റിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്തിരിക്കുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയത് പറഞ്ഞ് എൻ്റെ അടുത്ത് അഴക്കിന് വരല്ലേ. ഇന്ത്യാലുമാണേ. അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ്, വളരെ എളുപ്പം തയ്യാറാക്കാം കേട്ടോ. നമ്മൾ വർമ്മസല്ലിയും അടപ്രഥമനും ഒക്കെ ഉണ്ടാക്കുന്ന സമയം അതിൻ്റെ പകുതി പോലും സമയം വേണ്ട ഇത് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയത്. നമ്മൾ റെഡി മിക്സ് ഉണ്ടാക്കുമല്ലോ പായസം, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാം. കരിക്ക് വെട്ടി അതൊന്ന് ചീകി എടുത്താൽ മതിയല്ലോ, വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്, പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇട്ട് കൊടുക്കാം. ഇവിടെ ആകുമ്പോൾ അത്രയും കറക്റ്റ് ആവും കേട്ടോ. അല്ല, അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പായസം റെഡിയായി. കണ്ട തന്നെ ഇപ്പോൾ കുടിച്ച് തീർക്കാൻ തോന്നുന്നു, അതേപോലെ ഭംഗിയായിട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം പരീക്ഷിച്ചു കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ സ്ഥിരം ഇത് ഉണ്ടാക്കും. കാരണം നമുക്ക് തെങ്ങിൽ നിന്നൊരു കരിക്കെടുത്താൽ മതിയല്ലോ. കടയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട. ഒരു കരിക്കും കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്കയും കുറച്ച് നട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. വെർമസല്ലിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അടപ്രഥമനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പായസങ്ങളുടെ താരം ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.